ഇതാണ് സംഭവം. ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു പുസ്തകമില്ല. നമ്മുടെ ഈ പ്ലേസ്മെൻറ്റിലാണ് പ്രോബ്ലം വരണത്. ഞാൻ നിങ്ങളുടെ എന്താ പറഞ്ഞ പ്ലേസ്മെൻറ്റ്, അതായത് ആ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ആകർഷിക്കണം. മനസ്സിലായില്ലേ? ദൈവത്തിന് പ്രാധാന്യം അതിനകത്ത് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈശോ അതാണ് നമ്മൾ കേട്ടത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ അല്ലേ, അതല്ലേ ആകർഷണമാണ് എൻ്റെ വിഷയം. നിങ്ങളുടെ പ്രാർത്ഥന വെക്കുമ്പോൾ വൈ ഷുഡ് ഗോഡ് ടേക്ക് ദാറ്റ് പ്രയർ? ആ പ്രാർത്ഥന ദൈവം എന്തിന് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവാകർഷണത്തിൻ്റെ ഒരു കണ്ടൻറ് അതിൻ്റെ അകത്ത് ഉണ്ടാകണം. ഇപ്പം ചോദിച്ചിട്ട് എന്താ അവർ ട്രാൻസ്ഫർ വേണമെന്നൊന്നും പറഞ്ഞില്ല. അവൻ കുർബാന സ്വീകരിച്ചെടുത്ത് ദിവസമായെന്ന് അമ്മയ്ക്ക് അറിയാമെന്ന് ചോദിച്ചു. അത്ര ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യം അമ്മയുടെ സങ്കടമുണ്ട്. പെട്ടെന്നാണ് സാധനം എടുത്ത് ഒപ്പിടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം മറിയത്തിൻ്റെ കീഴിലാണ് വിഷയം. ഏത് കാനായിലെ കല്യാണമായാലും യേശു സമയമായില്ലെന്ന് പറഞ്ഞാലും അമ്മ തീരുമാനിക്കണം ഒരിക്കലും കാര്യങ്ങൾ. പക്ഷേ തീരുമാനിപ്പിക്കണം. അതിനുണ്ട് ആധ്യാത്മികമായ ആസ്തി, ആകർഷണവും നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ ദൈവത്തോടുള്ള സമീപനത്തിൽ ഉണ്ടാകണം. അതിൽ ഒന്നാം സ്ഥാനം ആർക്കായിരിക്കണം? ദൈവത്തിന് തന്നെയായിരിക്കണം. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഈ മണിക്കൂറിൽ നിന്നെ മാറ്റിത്തരണമേ. പിന്നെന്താ പറയണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. പക്ഷേ ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയിൽ വരുമ്പോഴെന്താ വരേണ്ടത്? ഈ പിതാവിൻ്റെ ആകർഷണത്തിൻ്റെ കണ്ടൻ്റാണ് ആദ്യം വെക്കേണ്ടത് നിങ്ങൾ. അതായത് യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പേ സമർപ്പണ പ്രാർത്ഥന വരണം. ചില കാര്യങ്ങൾക്ക് മരുന്നെടുക്കുമ്പോൾ ചികിത്സാ രീതി അതാണ്. യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പേ, വിഷയം കട്ടിയാണെങ്കിൽ യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പേ നിങ്ങൾ സമർപ്പണ പ്രാർത്ഥന വെച്ചിട്ട് ദൈവാകർഷണം ഉറപ്പ് വരുത്തണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യാചനാ പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്, ആദ്യമേ പറയണം. അതിനാണ് സ്വർഗസ്ഥനായ പിതാവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. കണ്ട നോക്കിയേ, യാചന അന്നു വേണ്ട ആഹാരത്തിന് മുമ്പാണ് ആ സംഭവം കിടക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്നല്ല, അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞിരിക്കണത്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് പിതാവിൻ്റെ ആകർഷണം ലഭിക്കാൻ എൻ്റെ ഇഷ്ടത്തിനെതിരെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനുള്ള യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള സമർപ്പണ പ്രാർത്ഥനയ്ക്കായി എന്നെ ഒരുക്കിക്കൊണ്ട് എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ അങ്ങ് പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. Hallelujah, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസമാണ്. പ്രഭാതത്തിൽ എല്ലാവരും ഊർജ്ജസ്വലതയോടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വിടുതൽ നൽകുകയും 10 കൊല്ലം സാക്ഷ്യം പറയാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. സന്തോഷമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വ്യാപരിക്കുക. വിശ്വാസത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ദൈവസ്നേഹം നിറയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അപ്പം അശ്വതി വന്ന് അമ്മയുടെ അടുത്ത് ഇരുന്ന്, നിങ്ങൾക്കറിയാവില്ലേ, ഈ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഭജന ഇരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എല്ലാ ദിവസവും നോക്കുമ്പോൾ ഈ കസേരയെല്ലാം നിറഞ്ഞിരിക്കും. അവർ രാവിലെ വെളുപ്പിന് വന്ന് വരുന്നവരുണ്ട്, തലേ ദിവസം വന്ന് ഇവിടെ ലോഡ്ജിലേക്ക് താമസിച്ചിട്ട് വെളുപ്പിന് രാത്രി വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ഭജനക്കാരുണ്ട്. അപ്പോൾ ഇവർ മാതാവിൻ്റെ അടുത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം അവർക്ക് കിട്ടും. കാര്യം വെച്ചാൽ ജനലക്ഷങ്ങൾ അനുഗ്രഹം പ്രാപിച്ച ഒരു വിശുദ്ധ മണ്ണിൽ നമ്മൾ വന്നിരിക്കുകയല്ലേ. അപ്പം നമ്മളിവിടെ വന്ന് വെറുതെ അങ്ങ് ഇരുന്ന് അമ്മയുടെ മുഖത്തൊക്കെ നോക്കി ഇരുന്ന് ഒരു ജപമാലയൊക്കെ ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലി, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അറിയാവുന്ന ചെല്ലി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം ഉണ്ടായി ആശുപത്രിയുടെ കൂടെ വേറൊരു മനുഷ്യനൊരു സാക്ഷ്യം പറഞ്ഞു, കോട്ടയത്ത് നിന്ന് ഒരു ടോമി എന്നും പറഞ്ഞു. ടോമിയുടെ ഇത് എന്ന് പറയണത് ഒരു ബേക്കറി നടത്തുകയാണ്. ബേക്കറി നടത്തി പൊളിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ടോമി വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ബേക്കറി പൂട്ടാൻ പോവുകയാണ്. കാര്യം ഇനി ബേക്കറിയിലെ സാധനം വാങ്ങിച്ച് വെക്കാൻ കാശില്ല. സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാൻ ബേക്കറിയിൽ പുതിയ സാധനങ്ങളില്ലെങ്കിൽ ആൾക്കാർ വന്ന് വെറൈറ്റി നോക്കിയിട്ടല്ലേ ആൾക്കാർ വാങ്ങിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ ബേക്കറിയിലോട്ട് പോകും. അങ്ങനെ ആൾക്കാർ വേറെ ബേക്കറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെക്കൊരു ഒരു അടഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ ഇയാളിത് പൂട്ടുകയാണ്. ഇനി ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഇയാളെ കാണാൻ വരും വെളുപ്പിനെ. അതുപോലെ നീ ഇത് പൂട്ടുകയാണെന്ന് ചോദിക്കൂ. എന്നിട്ട് പറയും നീ ഒരു ഉടമ്പടി എടുത്ത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഉടമ്പടി ഇയാൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാൾക്ക് എടുക്കേണ്ടത് എന്താണ്? ഡേറ്റ് ഇടുകയാണ്. ഇയാൾക്ക് അത് മനസ്സിലിങ്ങനെ ഒരു ഡേറ്റ് ഇടാം. ഡേറ്റ് ഇട്ട് എന്ത് പ്രാർത്ഥിക്കണം? ഇപ്പം ഇയാൾ പ്രാർത്ഥിക്കണ ഇതാണ്, 7-ാം തീയതി ഒരു ഡേറ്റ് ഇടുക. ഇയാൾ ഇക്കാലത്തെ ദൈവാനുഭവങ്ങളെന്ന് പറയണത്, ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങൾ വേറൊരു വെറൈറ്റി ലെവലാണത്. നമ്മൾ സാധാരണ രീതിയിലല്ല. ഭയങ്കര കമ്മ്യൂണിക്കബിളാണ്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോഴും ഇതുവരെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉടമ്പടിയെ അത്ര കണ്ട് മാനിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ ഒരു മുഖമുദ്രയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ നടക്കും, പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രേഡ് കൂടിയ സാധനം പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസാണ്. വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മുല്ലപ്പൂ മണമോ അല്ല മഴവില്ലോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ദൂതന്മാരെയൊക്കെ ചെയ്യുന്നതാണ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻസ് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഒരു സാക്ഷി മെനേന്നൊരു സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വലത് കിഡ്നിക്ക് മുഴ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇതിനെ ചെത്തിക്കയറി കിഡ്നി മാറ്റണതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അല്ല ശരീരത്തിൽ കത്തി വെക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ കണ്ണീരോടെ ഇരുന്ന് ഉടമ്പടി ചെയ്തിട്ട് ഈ വലത് കിഡ്നി മുഴ കണ്ട സ്ഥലത്ത്, നീര് വന്ന സ്ഥലത്ത് ഇൻഫ്ലേഷനാണ്. അതവിടെ ഉടമ്പടി തൈലം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ സ്വപ്നത്തിൽ ഒരു പ്രത്യക്ഷീകരണം. എന്നിട്ട് പറയും, നീ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നത് വലതുവശത്താണ്, പക്ഷേ കൊച്ചിൻ്റെ കിഡ്നി പോയിരിക്കുന്നത് ഇടതുവശത്തെ കിഡ്നിയാണെന്ന് പറയും. ആ സ്വപ്നത്തിൽ കമ്മ്യൂണിക്കേഷൻ പോക്ക് കണ്ടില്ലേ? അപ്പോൾ ഉടനെ പിറ്റേ ദിവസം ഇവൾ ആശുപത്രിയിൽ പോയിച്ചുമ്പോൾ ഈ കൊച്ചിനെ കാണിക്കുക, സ്കാൻ ചെയ്യുമ്പോൾ അത് ശരിയാണ്. വലതുവശത്താണ് നീരെങ്കിലും കിഡ്നി പോയിരിക്കുന്നത് കൊച്ചിൻ്റെ ഇടതുവശത്താണ്. സ്വപ്നത്തിൽ കണ്ടത് കറക്റ്റാണ്. അപ്പോൾ ഇവളെന്നാ ചെയ്യും? ഉടമ്പടി തൈലം ഇടതുവശത്തിടാൻ തുടങ്ങും. ഇടതുവശത്തിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂടി അത് ചുട്ടിപ്പോവും. 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ചുട്ടിപ്പോവും. അപ്പോൾ ഈ പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഒരു കാലത്തും കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് നമ്മൾ നേരിട്ട് വന്ന്, ദൈവത്തിന് പണ്ട് മുതലേ ഉള്ളതാണ്, ഞാൻ എൻ്റെ ജനത്തെ അവിടുന്ന്
അടയാളം കാണുമ്പോൾ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ലൂക്ക 1:68. ലൂക്ക 1:68. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. പറഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. അതാ അപ്പൊ ദൈവത്തിന്റെ പണ്ട് മുതലെയുള്ള ഒരു ഏർപ്പാടാണിത്. എന്താണ്? തൻ്റെ ജനത്തെ സന്ദർശിക്കുക. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു ചാലഞ്ച് എന്താണ്? ദൈവത്തിൻ്റെ ജനമായിട്ട് മാറണം. എന്നാൽ സന്ദർശനം നടക്കും. പീഡിയ വചനം എന്താണ്? പറഞ്ഞ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്താണ്? വിസിറ്റ് ചെയ്യുക, നമ്മളെ സന്ദർശിക്കുക. ആരാണ് സന്ദർശിക്കണത്? തൻ്റെ ജനത്തെ. നമ്മുടെ ചാലഞ്ച് എന്താണ്? തൻ്റെ ജനമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ ജനം. അപ്പം ദൈവത്തിൻ്റെ ജനം, അപ്പം ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ മകൻ അതാരായിരിക്കും? അത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരെ അല്ലേ? ലോകാത്മാവിനാലല്ല, ദുഷ്ടാത്മാവിനാലല്ല, സുവിശേഷത്താൽ നയിക്കപ്പെടുന്നവരാണ്. 8:14 എടുത്ത്. റോമ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ സുവിശേഷത്താൽ നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ സുവിശേഷം അനുസരിച്ച് കൊണ്ട് ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജനമാവും. വിസിറ്റിംഗ് പെട്ടെന്ന് നടക്കും. വിസിറ്റിംഗ് നിസ്സാരമായൊരു കാര്യമാണ്. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഏത് സമയത്തും വിസിറ്റിംഗ് നടക്കും. എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവം നേരിട്ട് നമ്മളോട് വന്ന് സംസാരിക്കും. അത് പഴയ സുവിശേഷത്തിൽ മാത്രമുള്ളല്ല, ഈ കാലങ്ങളിൽ സാധാരണ മനുഷ്യരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും അനുഭവിക്കുന്നൊരു വിഷയമാണ്. ഇപ്പം തന്നെ ഇയാളുടെ ടോമിയുടെ കാര്യം എന്താ? ടോമിയോട് പറഞ്ഞത് ഉടമ്പടി എടുത്തിട്ട് ആ ചേച്ചിയും മകളും കൂടി വന്ന് കുഞ്ഞും കൂടി വന്ന് പറഞ്ഞത് എന്താണ്? നീ ഡേറ്റ് ഇടാൻ പറഞ്ഞ്. അപ്പോൾ ടോമി ഒരു ഡേറ്റ് ഇടും. എന്താ ഡേറ്റ്? വളരെ അടുത്തൊരു ഡേറ്റ് ഇടും. 7-ാം തീയതി. 7-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് എന്താ പറയണത്? ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന കാരണം ഒരു പ്രശ്നമുണ്ട്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ 32:8 എടുത്ത്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 32:8. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇതെന്നെ പരിപാടി. പണ്ട് പോയ സങ്കീർത്തന കാലങ്ങളിലുണ്ടായിരുന്ന അതേ ദൈവം തന്നെയാണ് ഇന്ന്. അപ്പോൾ ഈ ടോമിനോട് പറയും, നീ ഇസ്രയേലിൽ നിന്നൊരു വിസ നോക്കാൻ പ്രതീക്ഷിക്കാൻ പറയും, എന്നിട്ട് ഡേറ്റ് ഇടാൻ പറയും. അതാരാ പറയണത്? വേറെ ആരും പറയണതല്ല. ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. ഇവന് ഇസ്രയേലും അറിയാൻ പാടില്ല, ഇംഗ്ലീഷും അറിയാൻ പാടില്ല. നിങ്ങൾ നോക്കിയൊരു മനുഷ്യൻ, അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാളെ കണ്ടാൽ നമുക്ക് സങ്കടം വരുമ്പോൾ. അയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ചെറുതായിട്ടപ്പോൾ പഠിച്ച കാലത്ത് എന്തോ പഠിച്ചെന്നല്ലാതെ അതിന് പ്രത്യേക സ്പെഷ്യൽ കോഴ്സൊന്നും എടുത്തിട്ടില്ല. ഇയാളോട് പറയണത് എന്താണ്? നീ ഇസ്രയേലിലെ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറയും. അപ്പോൾ ഉടനെ ഇവൻ എന്നാ പറയണത്? ആ ചേച്ചി പറയണമായിട്ട് നോക്കിയിട്ട്, ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ബോധ്യമായിട്ട് നോക്കിയിട്ട്
തമ്മിൽ ലിങ്ക് ചെയ്ത് പറയും, കർത്താവേ എനിക്ക് 7-ാം തീയതി ഇസ്രയേലിൽ നിന്നൊരു കോൾ വേണം. 7-ാം തീയതി ഇവന് ഇസ്രയേലും അറിയാൻ പോലെ ഇസ്രയേലിൽ ആരും ഇവന് ഇല്ല, ഒരു ബന്ധവുമില്ല. എനിക്ക് 2 പെൺപിള്ളേരാണുള്ളത്. മൂത്ത ആൾ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ ആൾക്ക് ഇപ്പോൾ 2 ആൺകുട്ടികളുണ്ട്. ഇപ്പോഴത്തെ 2 ആൺകുട്ടികളുമായി 19 കല്യാണം കഴിച്ചിട്ട്. രണ്ടാമത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് അവൾ ഇന്ത്യൻ സ്കൂളിൽ ഗോബറയിലിസ് പഠിക്കുന്നതാണ്. നല്ല ഹൈ സ്കോറുള്ള പെൺകുട്ടിയാണ്. ബയോമാസ് എടുത്ത് പഠിച്ച അവൾ MBBS പോകണമെന്ന് പറഞ്ഞ് ആഗ്രഹമായിരുന്നു അമ്മയ്ക്കും മോൾക്കും. എനിക്കും ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് അവൾ പഠിക്കുമ്പോൾ വരെ 11 വരെ. പക്ഷെ 11 ആയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എന്തോ വന്നു, ഇവളെ MBBS വിടണ്ട, വിട്ട് കഴിഞ്ഞാൽ അവൾക്ക് ഫാമിലി ലൈഫും ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ നടത്തുന്ന ഒരു പ്രസ്ഥാനം കൊണ്ടുകൊടുക്കാൻ ആരും ഉണ്ടാകത്തില്ലല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു അവളോട് CA പോകാൻ പറഞ്ഞു. CA പോകാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല പറഞ്ഞു, ഞാൻ CA പോകത്തില്ല, ഞാൻ MBBS പോകത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ MBBS പോകണമെങ്കിൽ നീ പോയിക്കോ, നീ നീറ്റിനെ ഞാൻ വിടത്തില്ല, നിൻ്റെ കഴിവുകൊണ്ട് നീ എക്സാമിനേഷൻ എഴുതി ഡയറക്റ്റായിട്ട് നിനക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ക്രാഷ് കോഴ്സിന് മാത്രമായിട്ട് കോട്ടയത്ത് വിട്ടു. ബ്രില്യൻറ്റിൽ 30 days ക്രാഷ് കോഴ്സിന് വിട്ടു. പക്ഷേ ആ ക്രാഷ് കോഴ്സിനും അവളത് എലിജിബിളായി, MBBS അഡ്മിഷനുള്ള എലിജിബിളായി. പക്ഷേ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ പൈസ കൊടുത്തെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഗവൺമെൻറ് സെലക്ഷൻ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നീ MBBS പോകണ്ട. അപ്പോൾ ഞാൻ CA ചേർത്ത് എറണാകുളത്താണ് ചേർത്തത്. ലക്ഷ്യം എന്നുള്ളത് ഇവൾക്ക് മലയാളം അത്രയ്ക്ക് നന്നായിട്ട് അറിയത്തില്ല. അവിടെ മലയാളത്തിൽ പഠിപ്പിക്കുന്ന കാരണം അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കെ കോവിഡ് വന്നു. അവൾ ടോട്ടലി ഡിസപ്പോയിൻറ്റഡായി. അറിയാത്ത സബ്ജക്റ്റ്, ഇതുവരെ പഠിക്കാത്ത സബ്ജക്റ്റുകൾ, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ടാക്സ്, മറിച്ച് എല്ലാം. ഇനി അവൾ ആദ്യത്തെ ഫൗണ്ടേഷൻ എക്സാം അവിടെ വെച്ച് തോറ്റുപോയി. അവളുടെ ജീവിതത്തിൽ ആദ്യത്തെ അവൾ അതുകൂടി മെൻ്റലി അവൾ ഡിസപ്പോയിൻറ്റഡായി. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി എഴുതി, കോവിഡ് സമയത്ത് എഴുതി. അപ്പോഴത്തേക്കും മൂത്ത മോള് പ്രസവിച്ച് കിടക്കിയിരുന്നു. ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കോവിഡ് ഫ്ലൈറ്റില്ലാതെ ഞങ്ങൾ വരാൻ പറ്റിയില്ല. അവൾ പ്രസവിച്ച് വൈഫിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് അവൾ കിടന്നിരുന്നത്. അപ്പോൾ ഇളയ മോളും അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അവളുടെ സാഹചര്യം കൊണ്ട് അവൾക്ക് 2ാമത്തെ ഫൗണ്ടേഷൻ എഴുതിയപ്പോൾ അതിലും തോറ്റുപോയി. പക്ഷെ അവൾ മാനസികമായിട്ട് തളർന്നു. പിന്നെ ഞാൻ പറഞ്ഞു, നീ മസ്കറ്റിലേക്ക് വരാൻ വരും. മസ്കറ്റിലേക്ക് വന്നു. അതാണ് 3ാമത്തെ വർഷം. അവിടെ വെച്ച് മസ്കറ്റിൽ നിന്ന് എഴുതിപ്പിച്ചു. മസ്കറ്റിൽ വെച്ച് എഴുതിപ്പിച്ചപ്പോൾ അവൾ ഹൈ ഡിസ്റ്റിങ്ഷനിലോടുകൂടി ഫൗണ്ടേഷൻ പാസ്സായി. 3ാമത്തെ പ്രാവശ്യം പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു അവളെ കേരളത്തിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, കാരണം അവളുടെ ലാംഗ്വേജ് ബുദ്ധിമുട്ടായിരിക്കും അവൾക്ക്. അതുകൊണ്ട് ക്രൈസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂരിൽ BCom വിത്ത് CA ഇപ്പോൾ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3rd ഇയറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവൾ ഷീസ് അക്സെപ്റ്റഡ്, ആ പ്രൊഫഷൻ തന്നെ അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു ഹാപ്പിയാണിപ്പോൾ. ലാംഗ്വേജും പ്രശ്നമില്ല, നന്നായിട്ട് പോകുന്നു. അതുകൂടാണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. 2019 അത് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടില്ല. 2019 നമ്മളൊരു ക്ലോസ് ഫ്രണ്ട് ഒമാൻ ഫിഷറീസിൽ ചെന്ന് റിട്ടയർ ആയിട്ടുണ്ടായിരുന്നു. 38 വർഷം ഒമാൻ ഫിഷറീസിൽ ജോലി ചെയ്ത ആളാണ്. റിട്ടയറായി 68 വയസ്സുണ്ട്. അയാൾ നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഫിഷിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ റിട്ടയർ ആയിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, നാട്ടിലേക്ക് പോകണ്ട, വി വിൽ ഫോം എ കമ്പനി ആൻഡ് യു ക്യാൻ ബി എ പാർട്ട്ണർ ഇൻ വിത്ത് അസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ വ്യക്തിയും ഒരു ഒമാനിയും കൂടി വേറൊരു കമ്പനി ഫോം ചെയ്തു, ഗൾഫ് ഫിഷറീസ് ഇൻഡസ്ട്രി LLC എന്ന് പറഞ്ഞു. ആ ഫാക്ടറി അതൊരു ഫിഷ് പ്രോസസ്സിങ് ഫാക്ടറിയാണ്. ആ ഫാക്ടറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 25 crore വേണം ആ ഫാക്ടറി പണിയാൻ. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ടർ ലൈസൻസ് എല്ലാം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായ കാരണം നമ്മൾ 3rd പാർട്ടി ഫാക്ടറിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഫിഷ് എക്സ്പോർട്ട് ചെയ്യായിരുന്നു. അതിനെല്ലാം ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കുരുവിള എന്ന് പറയുന്ന ആ വ്യക്തിയാണ്. പുള്ളി തലയോലപ്പറമ്പിലാണ് വീട്. പുള്ളിയുടെ ഗൈഡൻസിൽ ഞാനത് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതും എങ്ങനെയാണ് ക്ലയൻറ്റിനോട് സംസാരിക്കേണ്ടതും മീനിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പഠിച്ചു. ഞാൻ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രേഡിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല ലാഭം കിട്ടി. പക്ഷേ ലാഭം കിട്ടിയതിൻ്റെ അകത്തുനിന്ന് ഒരു 25 ലക്ഷം രൂപ ഒരു ക്ലയൻറ്റ് തിരിച്ച് തന്നില്ല. അത് ബംഗ്ലാദേശിന് അയച്ച് എക്സ്പോർട്ട് ചെയ്തതായിരുന്നു. അതവർ തന്നില്ല. അതിനുവേണ്ടി അത് ഇനി കിട്ടത്തുമില്ല. ഓക്കെ, അന്ന് ഫാക്ടറി ഫോം ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഒമാൻ്റെ ഒരു ബാങ്കുണ്ട്, ODB ഒമാൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നൊരു ബാങ്കുണ്ട്.
ആ ബാങ്കാണ് ഇൻഡസ്ട്രിയിൽ നിന്നെല്ലാം ലോൺ കൊടുക്കുന്നത്. ഈ ഫാക്ടറി രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചിരുന്നു. അവർ 65% അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോൺ തരും. 2 to 3% ലോൺ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഉള്ളൂ. 7 ഇയർ കൊണ്ട് അടച്ചു തീർത്താൽ മതി, 7 to 10 ഇയർ കൊണ്ട് അടച്ചു തീർത്താൽ മതി. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനിലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൂടാണ്ട് എൻ്റെ മദർ കമ്പനിക്ക് തന്നെ ഏതാണ്ടൊരു ഹ്യൂജ് എമൗണ്ട് മാർക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടാനുമുണ്ട്. ഈ പറഞ്ഞ് നിങ്ങൾ കേട്ടിരുത്തലോ അതുകൂടാണ്ട് തന്നെ വേറെ ഒരു 20 കോടിയോളം ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ ഈ പണം കിട്ടും, അതെല്ലാം കിട്ടുമ്പോൾ ഈ ഫാക്ടറി പണി തീർക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ കാൽക്കുലേഷൻ. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറെ ആയിരുന്നു. ഇപ്പോഴും അതിൻ്റെ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, സ്ഥലത്തിൻ്റെ ഗവൺമെൻറ്റിൽ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. വർഷം ഏതാണ്ട് 30 ലക്ഷം രൂപ വർഷം ഞാൻ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട് ആ സ്ഥലത്തിൻ്റെ റെൻ്റലായിട്ട്. ഫാക്ടറി ഫൗണ്ടേഷൻ ചെയ്തു നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പറയാനുള്ള കാരണം വെച്ചാൽ ഇപ്പോൾ 2 ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനും പലരും വന്നിരുന്നു, പല കാര്യങ്ങളും പറഞ്ഞു, ഒത്തിരി പൈസ എൻ്റെ അടുക്കൽ പോയി. പക്ഷേ ഒരു ഇൻവെസ്റ്റേഴ്സിന് എനിക്ക് കിട്ടിയില്ല. എൻ്റെ പേര് ജാൻസി ജോണി, എറണാകുളത്തെ പെരുമാനൂര് ലൂർദ് മാതാ ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2020 ആദ്യം ഉടമ്പടി എടുത്തത്. പക്ഷെ വീണ്ടും ഇപ്പോൾ ഒന്ന് പുതുക്കിയത് 2022 കഴിഞ്ഞ ചൊവ്വാഴ്ച 23 കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീണ്ടും ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാതാവും തിരുക്കുമാരനും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ്. ഞാൻ 2020 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് മാതാവ് തന്ന സാക്ഷ്യം, ഞാൻ 10-15 വർഷമായിട്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന ഒരാളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ കാറ് പുറത്തോട്ട് എടുക്കാറുള്ളൂ. പക്ഷേ 2020 ഉടമ്പടിക്ക് ശേഷം 4-5 മാസം കഴിഞ്ഞ് ഞാൻ ചാലക്കുടിക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പോട്ടയിൽ വെച്ചിട്ട് പോലീസുകാർ കൈകാട്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തി. ചോദിച്ചപ്പോൾ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ പോലും ഓർക്കുന്നത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്യുമെൻറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ എല്ലാം എക്സ്പയറിയാണ്. ലൈസൻസ് പുതുക്കിയിട്ടില്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, ഇൻഷുറൻസ് അടച്ച റെസിപ്റ്റ് ഇല്ല. അവരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇത്രയും കാലമായിട്ട് റിന്യൂവൽ ചെയ്യാതിരുന്നത്? പക്ഷെ ഞാനത് മറന്നുപോയിരുന്നു. കാരണം എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുപാട് ഓർമ്മക്കുറവുകളുണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയി, ഞാനത് റിന്യൂവൽ ചെയ്തിട്ടുണ്ടായില്ല. എന്നോട് പറഞ്ഞ് കേസാക്കുകയാണ്, 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കേസാക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചാലക്കുടിയിൽ നിന്ന് മൺഡേയാണ് ഇനിയിപ്പോൾ എറണാകുളത്തേക്ക് വരിക, എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിലെങ്കിലും അല്ല സമയം തന്നില്ലെങ്കിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ സമ്മതിച്ചില്ല. 2 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ആകെയുള്ളത് മാതാവിൻ്റെ കാശുരൂപം മാത്രമാണ്. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, ഞങ്ങൾ കുമരകത്തൊരു ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾ ഈ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലിൽ കാപ്പി കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായ കുറച്ച് പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അവിടെ ഇത്രയ്ക്ക് പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള പള്ളിയാണെന്ന് പറഞ്ഞു. ഞാനത് കാര്യമാക്കില്ല. ഞങ്ങൾ ബസ്സിൽ കയറിപ്പോയി. പക്ഷേ ഓഫീസിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്ന ഒരു സ്ത്രീ എനിക്ക് ഒരു പത്രം തന്നു. ഞാൻ ആ പത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ബാഗിൽ വെച്ചു, വീട്ടിൽ കൊണ്ട് മേശയിൽ വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് വെറുതെ ഇരുന്ന സമയത്താണ് ഞാൻ ആ പത്രം വിശദമായിട്ടൊന്ന് വായിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിവിടെ വരണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു മമ്മീനെ കൊണ്ട് ആലപ്പുഴയിൽ കൃപാസനത്തിൽ പോകണം. അവൻ അത്ര വലിയ വിശ്വാസിയൊന്നും അല്ല, പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. എന്നോട് പറഞ്ഞു മമ്മി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് ചോദിക്കുന്നത് എന്തും മമ്മിക്ക് തരുന്നതാണല്ലോ, ഇനി എന്തിനാണ് കൃപാസനത്തിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, എനിക്ക് വഴി കാണിച്ചു തരണം, നീ എന്നെ ഒരു പ്രാവശ്യം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവൻ മനസ്സോടെ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ആ എൻ്റെ ഭാഗത്ത് വന്ന് നിന്നു. 5 മിനിറ്റ് അതിൽ കൂടുതൽ അവൻ നിന്നില്ല. ഭയങ്കര തിരക്ക്, ഇങ്ങോട്ട് കടക്കാൻ പോലും ആവുന്നില്ല. അങ്ങനെ അവൻ തിരിച്ചു പോകാനായിട്ട് വാശി പിടിച്ചു. ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ട് അവൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോയി.
കാറിലിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ അടുത്ത് നിൽക്കാൻ നീ സമ്മതിച്ചില്ലല്ലോ, എനിക്ക് ഇവിടെ വീണ്ടും വരണം, നീ എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി, ഞാൻ പോന്നോളാം. അങ്ങനെ അവൻ പിറ്റേ ദിവസം വൈറ്റില ജംഗ്ഷനിൽ ബസ് കയറ്റി വിട്ടു. ഞാൻ തനിയെ ഇവിടെ വന്ന് എല്ലാവരും എടുക്കും പോലെ ഞാനും ഒരു ഉടമ്പടി എടുത്തു. ഉടമ്പടി എന്താണെന്നോ അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നോ എനിക്കറിയില്ല. ഞാൻ സദാ പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും, മാക്സിമം നല്ല പ്രവർത്തികൾ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇത് ലാഗ് ചെയ്തു പോയി. അത്രയ്ക്ക് സീരിയസ് ഒന്നും കൊടുത്തില്ല. മെഴുകുതിരി കത്തിത്തീരുന്നത് വരെയും തന്ന ഇവിടെ നിന്ന് വെഞ്ചിരിച്ച ഉപ്പും തേനും തീരുന്നത് വരെയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനതങ്ങ് വിട്ടു, മറന്ന പോലെയായി. പിന്നെയും പണ്ടത്തെ പോലെ പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ വിശുദ്ധ കൃപാസനത്തിൽ എൻ്റെ ഈ കാശുരൂപം വെച്ചുകൊണ്ട് ഞാൻ എറണാകുളത്ത് നിന്ന് വന്നതിന് ശേഷം വീണ്ടും RT ഓഫീസിൽ പോയി. അവിടെ ചെന്ന് എൻ്റെ മകൻ 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു,